ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് മത്തൻ കിട്ടി കേട്ടോ. അപ്പോൾ ആ മത്തൻ വെച്ചിട്ട് നമുക്ക് ഒരു മത്തൻ കൂട്ടാൻ ഉണ്ടാക്കാം കേട്ടോ. കൂട്ടാനെന്ന് പറയും, ചിലപ്പോൾ കറി എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ മത്തനും തേങ്ങയും വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മത്തൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ മത്തനും പിന്നെ ഉപ്പ് പിന്നെ വെള്ളം മുളക് ഇവ നമുക്ക് ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും ചെറിയ ജീരകവും ഉള്ളിയും ഒന്നും കൂടി അരച്ചെടുക്കണം മിക്സിയിൽ. അപ്പോൾ ഇതാ നമ്മുടെ മത്തൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചെറിയ ജീരകവും ഉള്ളിയും എല്ലാം ചേർത്ത് അരച്ച് വെച്ച അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മത്തനും ഈ തേങ്ങാരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മത്തനും ഈ തേങ്ങാരപ്പ് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഇത് കൂട്ടാനുമാണ് കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ടൈപ്പിൽ നമുക്ക് വെക്കുകയാണെങ്കിൽ നമുക്കിത് പച്ച മത്തനും കൊണ്ട് വെക്കാം, പഴുത്ത മത്തനും കൊണ്ട് വെക്കാം കേട്ടോ. പച്ച മത്തൻ കൊണ്ട് വെക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും, പഴുത്ത മത്തൻ കൊണ്ട് വെക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊക്കെ കടുക് പൊട്ടിച്ചിടണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി മത്തൻ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.